പൗലോസിൻ്റെ ജീവിതം ഒരു നാൾ കൊല്ലുകയും കല്ലെറിയുകയും സഭയെ മുടിക്കുകയും ഉപദ്രവിക്കുകയും വാളുകൊണ്ട് കൊല്ലാൻ അത് നോക്കണമേ അനുവാദം കൊടുക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലാൻ അനുവാദം കൊടുക്കുകയും ചെയ്ത പുള്ളി എങ്ങനെയാണ് ഈ മാർഗത്തിലേക്ക് കയറിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദമസ്കോസിനകത്ത് അവൻ പ്രാപിച്ച ഒരു ദൈവശക്തി. ഹല്ലേലൂയ. എപ്പോഴാണോ ഈ ദൈവശക്തി തൻ്റെ നിറഞ്ഞു കഴിഞ്ഞത് അന്ന് മുതൽ അവൻ കർത്താവിനെ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഏതൊക്കെ ദേശത്ത് ഏതൊക്കെ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് അവനെ നയിക്കുമോ ആ സ്ഥാനങ്ങളിലെല്ലാം അവൻ പോകുമായിരുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ. ദമസ്കോസിലേക്ക് അവൻ പോയത് അവൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച ചിന്തയാണ്. ദമസ്കോസിലേക്ക് അവൻ പോയത് അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചിന്തയാണ്. എന്നാൽ മാസിഡോണിയയിലേക്ക് അവൻ പോയത് അവൻ്റെ ഇഷ്ടത്താലല്ല. ബൈബിൾ പറയുന്നു ആത്മാവ് അവനെ നടത്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവനെ നിർബന്ധിച്ചു അതുവഴിക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ മാനുഷിക ചിന്തയിൽ നമ്മൾ പോകുന്ന പല വഴികളും പല പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടേക്കാം. എന്നാൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴി ഒരിക്കലും തോൽവിയല്ല, ഒരിക്കലും പരാജയമല്ല. ചെന്ന് നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ മിറക്കിൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയെത്തിരും. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമടിച്ച ഇന്ന് പകല ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ആത്മാവ് നടത്തുന്നവനോട് സ്വർഗം പറയുന്നു ആത്മാവ് നടത്തുന്നത് പരാജയത്തിലോ തോൽവിയിലേക്കോ അല്ല. ആമേൻ. ആത്മാവ് നടത്തുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടാൻ പോകുക. Come on. ആത്മാവ് നടത്തുന്ന പരിശുദ്ധാത്മാവ് നടത്തുന്ന ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഞാനിപ്പോൾ മാസിഡോണിയയിൽ നിൽക്കുവാണ്. എന്തിന് മാസിഡോണിയയിൽ പോയി? ദമസ്കോസിൽ പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് മനസ്സിനകത്ത് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, സ്കെച്ച് തയ്യാറാക്കിയിരുന്നു. എന്നാൽ മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ പുള്ളിക്ക് പ്ലാൻ ഇല്ല, പുള്ളിക്ക് സ്കെച്ചില്ല. കാരണം ആത്മാവ് നടത്തിയെങ്കിൽ പ്ലാനും സ്കെച്ചും ഒക്കെ പൗലോസിൻ്റെ കയ്യിലല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. ഇന്ന് ആത്മാവ് ഇതിനകത്തും നിങ്ങളോട് പറയുന്നു ഇന്നലെ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ സ്കെച്ചിലുമാണ് നിങ്ങൾ സഞ്ചരിച്ചത്. എന്നാൽ എപ്പോഴാണോ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തി തുടങ്ങുന്നത് അന്നേരം നിന്റെ പ്ലാനിനും സ്കെച്ചിനും ഇവിടെ വാല്യൂ ഇല്ല. പരിശുദ്ധാത്മാവ് ചില പ്ലാനും പരിശുദ്ധാത്മാവ് ചില സ്കെച്ചുകൾ നിനക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. സ്വർഗം നിന്നെ നടത്തുന്നത് ആത്മാവിന്റെ പ്ലാനിനകത്ത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നു നിന്റെ പ്ലാനിന് വാല്യൂ ഇല്ല, നിന്റെ പ്ലാൻ അസാധുവാണ്, നിന്റെ സ്കെച്ചിന് വാല്യൂ ഇല്ല, നിന്റെ സ്കെച്ച് അസാധുവാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി ഇവിടുത്തെ ഡിസൈനർ, ഇനി നിന്റെ പ്ലാൻ വരച്ചത്, ഇനി നിനക്കുള്ള സ്കെച്ച് തയ്യാറാക്കിയത് ലോകമല്ല, നിന്റെ ബുദ്ധിയല്ല, ആത്മാവാകുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ആത്മാവ് നിന്നെ നടത്തുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവനിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാവ് അവനെ നിർബന്ധിച്ചു മാസിഡോണിയയിലേക്ക് പോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ മാസിഡോണിയയിലേക്ക് കയറുമ്പോൾ പരിചയക്കാരുമില്ല, അവനെ അറിയുന്നവരാരുമില്ല. പക്ഷേ അവൻ ഒരു കാര്യം അവൻ ഉറപ്പിച്ചു, എവിടെ ചെന്നാലും അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവൻ ശബത്ത് നാളിൽ അവൻ തീരുമാനിച്ചു എനിക്ക് പ്രാർത്ഥിക്കണം. ചില ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത് ഏത് സ്ഥലത്ത് ചെന്നാലും അത് മറന്നു പോകരുത്, അത് മാറ്റിക്കളയരുത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലില്ലെങ്കിൽ പ്രാർത്ഥന ടൈം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റണം. ആമേൻ. അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ദൈവജനത്തിനുണ്ടെങ്കിൽ ഞാൻ പറയാം പോകുന്നിടത്ത് മിറക്കിളുകൾ സംഭവിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കാതിരിക്കുകയില്ല. വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ ശബത്ത് നാളിൽ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു, പക്ഷെ പ്രാർത്ഥനാ സ്ഥലം കണ്ടില്ല. എനിക്കവിടെ ഇഷ്ടപ്പെട്ടൊരു വേദഭാഗമുണ്ട്. അവൻ ബാസിലോണിൽ ചെന്നിട്ട് ശബത്ത് നാൾക്ക് എവിടെങ്കിലും പ്രാർത്ഥനാ സ്ഥലം കിട്ടുമോ എന്ന് നോക്കി പോയതാ. പക്ഷെ നോക്കിയെടുത്തൊന്നും കിട്ടാതെ വന്നപ്പോൾ പുള്ളിക്ക് കിട്ടിയത് പുഴയുടെ കരയാണ്. ഒരു പുഴയുടെ കരയാണ്. ഈ പുഴയുടെ കരയിലേക്ക് പുള്ളി ചെന്നോ അലക്കുകല്ല് കണ്ടു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പറയാം, പുള്ളിയെ കല്ലിൻ്റെ പുറത്തിരിക്കുമ്പോൾ മറുഭാഗത്ത് പുഴവക്കത്ത് ഒത്തിരി സഹോദരിമാര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അലക്കുകല്ലിൽ കയറി നിന്ന പുള്ളി
പ്രാർത്ഥിക്കുകയും ഇച്ചിരി കഴിഞ്ഞപ്പോൾ വചനം സ്വർഗം പറഞ്ഞത് അത് അതുപോലെ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയ എന്ന സ്ത്രീ ഈ വചനം കേൾക്കാൻ തൻ്റെ ഹൃദയം ദൈവം തുറന്നു കൊടുത്തപ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിൽക്കാനിരുന്ന സ്ത്രീ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട അതേ പുഴയിൽ സ്നാനമേറ്റ അവർ ഒരുമിച്ച് പട്ടണത്തിനകത്ത് പോയി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സ്വന്തം ബുദ്ധിയിൽ പോയാൽ ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ നയിക്കുമ്പോൾ നീ അങ്ങനെ പോകാൻ റെഡിയാണെങ്കിൽ ആമേൻ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, സ്റ്റേജ് കണ്ടില്ലേലോ, അതിനകത്തൊരു പുൽപ്പുറ്റ് കിട്ടിയില്ലേലോ, ഒരൊറ്റ പ്രസംഗത്തിൽ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഒരു സ്നാനം പുഴക്കരയിൽ നടന്നെങ്കിൽ ആത്മാവ് ഇതിനകത്തും കൈമാറുക. ആത്മാവ് നയിക്കുന്ന ഇടത്ത് നീ വെറുതെ അല്ല പോകുന്നത്. ദൈവത്തിന്റെ പ്ലാനാ, ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ ചില സ്കെച്ചാ നിന്നെ അതിലേക്ക് നയിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, come on, ദൈവത്തിന്റെ പ്രവൃത്തി നിനക്കറിയത്തില്ല, നിന്നെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കാൻ. In mighty name of Jesus, in mighty name of Jesus, ആരുടെ ദൈവാത്മാ പറയുന്നു, നിന്നെ കൊണ്ടത് ചെയ്യിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ആത്മാവ് നിന്നെ അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് നടത്തിയത്. ആമേൻ. അല്ലേ? രക്താംബരം ഇട്ടുകൊണ്ടുന്ന ലുദിയ സ്നാനമെടുത്തു, കുടുംബവും സ്നാനമിട്ടാൽ ദൈവസന്നിധിയിലേക്ക് ചേർന്നു. ഇത് കഴിഞ്ഞപ്പോൾ ലുദിയ പറഞ്ഞു, വാ ഞങ്ങൾക്ക് ഒരുമിച്ച് പട്ടണത്തിന് അകത്തോട്ട് പോയി പ്രാർത്ഥനാ സ്ഥലം കണ്ടുപിടിച്ച പൗലോസ് അങ്ങോട്ട് പോവുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചെറിയ പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് കരുതി നിന്റെ പ്ലാൻ തീർന്നിട്ടില്ല. ഇതിനകത്ത് ദൈവാത്മാവ് ചിലതിനോട് ആലോചന പറയുക, എന്തോ ഒന്നോ രണ്ടോ ചെറിയത് കണ്ടു എന്ന് പറഞ്ഞ് തീർന്നിട്ടില്ല. അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. അകത്തോട്ട് ഇനിയും വലുത് ചെയ്യാൻ കർത്താവ് നിന്നെ കയറ്റാൻ പോവുകയാ. വിശ്വസിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, ഇതൊരു തുടക്കമാ. ഈ വെള്ളിയാഴ്ചയിൽ ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു, ഇതൊരു സ്റ്റാർട്ടിങ്ങാ. നീ കണ്ട ദൈവപ്രവൃത്തി സ്റ്റാർട്ടിങ്ങാ, നീ കണ്ട ദൈവത്തിന്റെ പ്ലാൻ സ്റ്റാർട്ടിങ്ങാ. ഇതിനകത്തോട്ടൊന്ന് കയറി വാ. അഭിഷിക്തനായ പൗലോസിനെ ദൈവം അകത്തോട്ടൊന്ന് കയറ്റിയത് വെറുതെയല്ല. ആ പട്ടണത്തിന്റെ മേൽ ഒരു ആധിപത്യം എടുക്കാൻ അഭിഷേകമുള്ള പൗലോസിന് ദൈവം ഉപയോഗിക്കുകയാ. യേശുവിന്റെ നാമത്താൽ ജയം. പുള്ളി അകത്തോട്ട് കയറി തുടങ്ങി. പുള്ളിയുടെ വരവിൻ്റെ ഉദ്ദേശം അകത്ത് കിടക്കുന്ന സാത്താന് പിടികിട്ടി. ശ്രദ്ധിക്കണം, അകത്ത് കിടക്കുന്ന സാത്താന് പിടികിട്ടി. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ വരെ പലതും പറഞ്ഞ് പലതിനെയും തെറ്റിച്ച സാത്താൻ പൗലോസിനെയും ശീലാസിനെയും കണ്ടപ്പോൾ എതിരെ നിന്ന് മുഖത്തോട് മുഖം നോക്കിച്ചു പറഞ്ഞു, നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, രക്ഷാമാർഗം ജനത്തിന് അറിയിക്കുന്നവർ. ആമേൻ. അപ്പൊ സാത്താനൊരു കാര്യം പിടികിട്ടി, ഇവരാ രക്ഷയുടെ മാർഗം അറിയിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പലർക്കും പിടികിട്ടിയിട്ടില്ല ഇതെന്നാന്ന്. പക്ഷേ സാത്താന് പിടികിട്ടി ഇത് രക്ഷയുടെ മാർഗമാണ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അറിവുണ്ടെന്നും ജ്ഞാനമുണ്ടെന്നും കഴിവുണ്ടെന്നും പറയുന്ന പല മനുഷ്യർക്കും പിടികിട്ടത്തില്ല. പക്ഷെ സാത്താന് പിടികിട്ടും, ഇതാണ് രക്ഷാമാർഗം. അല്ലേ? അന്ന് ആ സാത്താൻ പറഞ്ഞ വേർഡ് ഇതാണ്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അതിൻ്റെ അർത്ഥം ഇതൊരു മതമല്ല, ഇതൊരു വഴിയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ മതം എന്നല്ല പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആമേൻ. അങ്ങനെയാണെങ്കിൽ സാത്താൻ എന്നെ വിളിച്ചു പറഞ്ഞ് ഇത് രക്ഷയുടെ മാർഗം അറിയിക്കുന്നവർ. ആമേൻ. ഇവർ സാക്ഷാൽ ദൈവത്തിന്റെ ദാസന്മാരാണ്. തെറ്റെന്തെങ്കിലും ഉണ്ടോ? തെറ്റൊന്നുമില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, ഈ അഭിഷിക്തന്മാരുടെ മുൻപിൽ ഒരു ദിവസം വെളിച്ചപ്പാട് പ്രാപിച്ച ഈ സഹോദരി തല ഉയർത്തി നല്ലതങ്ങോട്ട് പറയുകയാ. പറഞ്ഞു, ഇതൊന്നല്ല, പലതവണയായി പലരോടും ഇത് പറയുന്നത്. ഈ പൗലോസ് മനസ്സിലാക്കി കാണണം. എന്നിട്ട് ബൈബിൾ പറഞ്ഞു, തിരിഞ്ഞ മുഷിഞ്ഞ് അവളെ ഉറ്റുനോക്കി. ശ്രദ്ധിക്കണം, ഈ പട്ടണത്തിന്റെ നടുവിൽ തെരുവിൽ ഈ ഒരു സഹോദരിയിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഭാവികാലം പറയുന്നുണ്ട്. ഇന്നലകളിലേത് പറയുന്നതൊക്കെ ശരിയാണോ എന്നറിയത്തില്ല. എന്നാലും പൗലോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വാസ്തവമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ആരും കേൾക്കാൻ പോവരുത്. ഹല്ലേലൂയ. ആമേൻ. അത് പേടിച്ചിട്ട് പറഞ്ഞതാ. കാരണം അറിയാം ഇനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല.
ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാണ്ടങ്ങ് പൊട്ടിപ്പോയതാ. പക്ഷേ അന്ന് കൊണ്ട് പൗലോസ് അതിനങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പൗലോസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. അത് നോക്കണമേ, രക്ഷാമാർഗം അറിയിക്കുന്നവർ, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. സെറ്റൊന്നുമല്ല, പറഞ്ഞതെല്ലാം റൈറ്റാ. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? തിരിഞ്ഞ മുഷിഞ്ഞ അവളെ നോക്കി. ആമേൻ. ഒരൊറ്റ നോട്ടം. എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ഒറ്റ നോട്ടം കൊണ്ട് പൗലോസിന് മനസ്സിലായി ഈ പട്ടണത്തെ മുഴുവനും വഴിതെറ്റിക്കുന്നൊരു സ്പിരിറ്റ് ഈ മകളുടെ അകത്ത് കിടക്കുക. ആമേൻ. ഈ പട്ടണത്തെ മുഴുവനും വഴിതെറ്റിക്കുന്നൊരു അശുദ്ധ വ്യാപാരം ഈ സ്ത്രീയുടെ അകത്ത് വസിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ തന്നെ ഈ ഭൂതത്തിന് മനസ്സിലായി എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില പ്രോജക്റ്റുകളുമായി നിൽക്കുന്ന ചില അഭിഷേകമുള്ള അഭിഷിക്തന്മാരോടും അഭിഷിക്തകളോടുമായി പറയുക, ചില ഇടത്ത് നിന്നെ ആത്മാവ് കൊണ്ടെത്തിക്കുന്നത്, ചില ഇടങ്ങളിൽ അവൻ നൂറ്റാണ്ടുകളായി വസിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെയോ ചില പൈശാചികമായ ആധിപത്യങ്ങളെയോ അവൻ പുറത്താക്കുവാൻ തന്നെ എന്നതിന് യാതൊരു സംശയമില്ല. യേശുവിൻ നാമത്താൽ ജയ. Holy Spirit, receive the holy fire of God. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലയിടത്ത് നിങ്ങളെ കൊണ്ടെത്തിച്ചത് വെറുതെയല്ല. ചില പട്ടണങ്ങളെ വഴിതെറ്റിക്കുന്ന, ചില പട്ടണങ്ങളെ വേട്ടയാടുന്ന ചില ദുർസ്പിരിറ്റുകൾ ഏതൊക്കെ ശരീരങ്ങളിൽ അവൻ മറഞ്ഞു കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ഒന്നുമല്ലാത്ത നിന്നെ ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടു നിർത്തുന്നത് ചിലതിനെ ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയാ. ആ ദൈവരാജ്യത്തിന്റെ അകത്ത് ചിലത് കയറാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാ ദൈവം നിന്നെ ചില ഇടങ്ങളിൽ കൊണ്ടു നിർത്തുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ പൗലോസ് ആമേൻ ആ സ്ത്രീയെ മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ്, ആമേൻ എങ്ങനെ നോക്കി? മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി. എന്നെ സംഭവിച്ചതാ, ആമേൻ ആ സ്ത്രീയുടെ മേൽ കിടക്കുന്ന ദുരാത്മശക്തി ഏത് എന്താ ഈ പൗലോസിന് നന്നായി മനസ്സിലായി. ബൈബിൾ പറയുന്നു, അവൻ മുഷിഞ്ഞു നോക്കി, മുഷിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോട് പുറത്തു പോകാൻ കൽപ്പിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, എന്തിനാണ് പൗലോസ് ആ പട്ടണത്തിനകത്ത് ചുമ്മാതിരുന്ന സ്ത്രീയുടെ മേൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്? ഞാൻ പറയാം, പൗലോസിനെ ദൈവം അയച്ചത് ഇതിന് തന്നെയാണ്. പലരും പറയും ചുമ്മാതിരുന്നതല്ലേ, വലിയ ശല്യമില്ലാതിരുന്നതല്ലേ. ഇന്ന് പകൽ അഭിഷേകമുള്ള ചിലതിൻ്റെ മേൽ കിടക്കുന്ന പ്രോജക്റ്റ് ചില പട്ടണങ്ങൾക്കകത്ത് കയറി ദൈവരാജ്യത്തോട് ചേർക്കാൻ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഇന്ന് പകല വചനത്തെ ഇന്ന് പകൽ സ്വീകരിക്കണം. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചിലതിന് ദൈവരാജ്യത്തോട് ചേർക്കാൻ. ദൈവരാജ്യത്തോട് ചേർക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു. അങ്ങനെ പൗലോസിന്റെ മേൽ കിടക്കുന്ന ദൈവ നിയോഗം ആ പട്ടണത്തിന്റെ തെരുവിൽ ചലിക്കാൻ തുടങ്ങി. കയറിയത് പുഴവക്കത്തെ സ്നാനം കൊണ്ടാണെങ്കിൽ അകത്ത് കടന്ന് പലതിനെയും വഴിതിരിച്ചു വെച്ച സ്പിരിറ്റിനെ ഒരൊറ്റ നോട്ടം കൊണ്ട് അവൻ പറഞ്ഞു, ദേശം വിട്ടുപോക. എന്നാ സംഭവിച്ചു? പറഞ്ഞു തീർന്നില്ല. ബൈബിൾ പറയുന്നു, ഇത്ര കാലവും ആ ദേശത്തെ അടക്കി വച്ചിരുന്ന, കുടുംബങ്ങളെ അടക്കി വച്ചിരുന്ന ആ ദുരാത്മശക്തി ദേശത്തിൽ നിന്ന് വിട്ടുപോയി. കരമുയർത്തിയൊരു ഹല്ലേലൂയ. അല്ലേ? എവിടെ നിന്ന് വിട്ടുപോയി? ദേശത്തിൽ നിന്ന് വിട്ടുപോയി. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ആമേൻ, നമ്മുടെ മേൽ കർത്താവ് പവർ തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾ രാമേൻ പറഞ്ഞേ. ചില മേഖലകളിൽ ദൈവം നിന്നെ കൊണ്ടു നിർത്തുന്നത്, ആമേൻ, നീ തോൽക്കാനല്ല, ആ പട്ടണത്തെ അടക്കി ഭരിക്കുന്ന ചിലതിനെ തോൽപ്പിക്കാനാണ്. വിശ്വസിക്കുന്ന രാമൻ കൂടെ പറ.
ആമേൻ. ചിലയിടത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തുന്നത് ആമേൻ നീ പൊളിഞ്ഞു പോകാനല്ല, ആ പട്ടണത്തിൽ പലതിനെയും പൊളിച്ചു കളഞ്ഞ ചില അന്ധകാര മണ്ഡലങ്ങളെ അവന്റെ അടിത്തറ ഇളക്കി പറഞ്ഞു വിടാനാ. വിശ്വസിക്കുന്നവരോട് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ആ ദൂത് കൈമാറുകയാണ്. നീ ആരുമാകട്ടെ, അങ്ങനൊരു മണ്ഡലത്തിനകത്ത് നിന്നെ ദൈവം കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ come on. തോൽവിക്ക് തോൽക്കാനല്ല നിന്നെ ദൈവം നിർത്തിയത്, തോറ്റുപോയ ഇടത്ത് ദേശത്തെ തിരിച്ചു പിടിക്കാൻ. come on. ഇന്ന് പകൽ ചില കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, ചില പട്ടണങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു ദൈവശക്തിയെ ഇന്ന് പകലിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം പൗലോസേ, അത് പട്ടണത്തിന്റെ അകത്ത് നിന്നെ കൊണ്ടെത്തിച്ചത് ചില ദൈവിക പദ്ധതികൾക്ക്. യേശുവിൻ നാമം ജയ. ഇന്ന് ഹോളിനകത്ത് അവൻ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ മേൽ വെല്ലുവിളിക്കുന്ന ചില അശുദ്ധ മണ്ഡലങ്ങൾ, അശുദ്ധ വ്യാപാരങ്ങൾ, ദുർഭൂതങ്ങൾ അത് കുടുംബങ്ങൾക്കകത്ത് നിന്ന് യേശുവിൻ നാമത്തിൽ മാറി പോകട്ടെ. ഓ റാഖബാസെകേനിയ റീമന ഷെകേനിയ റീഗൽ കമനഗഡഗസി വൈശസിയ റീബൽ കമനഗയ അത്തോനിയ റക്ഷസ് കമനഗഡഗസി. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്നെ കർത്താവിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത് നീ നശിക്കാനല്ല, നീ രക്ഷപ്പെടാൻ സമയമായി, നീ രക്ഷപ്പെടാൻ സമയമായി. ഏതൊക്കെ ദുരാത്മശക്തികൾ നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കുമെന്ന്, നിന്റെ ഭവനത്തെ ഇല്ലാതാക്കുമെന്ന് നിനക്കെതിരെ വാദിക്കുന്ന ചില അന്ധകാര ശക്തികൾ ഇന്ന് പകലിൽ ശരീരത്തെ വിട്ട്, ഭവനത്തെ വിട്ട് പുറത്തു പോകട്ടെ. യേശുവിൻ നാമം ജയ, യേശുവിൻ നാമം ജയ. ചിലത് പുറത്തു മാറാൻ പോവുക, ചിലത് പുറത്തു മാറാൻ പോവുക, ചിലത് പുറത്തു മാറാൻ പോവുക. കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ ജീവന് വേണ്ടി വാദിച്ച, കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ ജീവന് വേണ്ടി വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ശക്തികൾ ചില ദുർശക്തികൾ ഈ പകലത് വിടുക. ഈ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ആ കെട്ട് ഞാൻ അഴിക്കുക, ആ ബന്ധനം ഞാൻ പൊട്ടിക്കുക. അത് ഞാൻ പൊട്ടിക്കുക. ഇവനെ തെണ്ണിപ്പിക്കുന്ന, ഇവന്റെ ജീവന് വേണ്ടി വാദിക്കുന്ന ആ പൈശാചിക സ്പിരിറ്റ് കഴിഞ്ഞു വാ. അവനെ വിട, അവനെ വിട, അവനെ വിട. യേശുവിൻ നാമത്തിൽ വിട, വിട പിശാചേ, വിട, വിട. നിനക്ക് ഇവന്റെ മേൽ അവകാശമില്ല. അവകാശങ്ങളില്ല. ദൈവാത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അവനെയും ഇവന്റെ കുടുംബത്തെയും അടക്കി ഭരിക്കുന്ന ചില ദുർസ്പിരിറ്റ് ഇന്ന് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പോവുക. വെളിവാ. ആ കുടുംബത്തിനകത്ത് ശാപം പോലെ പിടിച്ചു കിടക്കുന്ന ചില അശുദ്ധ സ്പിരിറ്റുകൾ ഒന്നൊന്നായി പലതിനെയും എടുത്തുകൊള്ളാൻ ശ്രമിക്കുന്ന ചില അന്ധകാര ശക്തികളെ ഇന്ന് പകൽ ഈ വെള്ളിയാഴ്ചയിൽ യേശുവിൻ നാമത്തിൽ ഈ മകനിൽ നിന്ന് ഞാൻ അതിനെ ശാസിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു ദൈവശക്തി വെളിപ്പെടുക. ചില കെട്ട് ഇന്ന് പകൽ അഴിയും. നീ കൊടുത്തും കൊണ്ടാടി വരുന്ന പല ശക്തികൾ നിന്റെ ജീവന് വേണ്ടി വാദിക്കുന്നുണ്ട്. നീ കൊടുത്തും കൊണ്ടാടിരുന്ന പല ശക്തികൾ നിന്റെ ജീവന് വേണ്ടി വാദിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന്
പരിശുദ്ധാത്മാവ് നിന്നെ സ്വതന്ത്രമാക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ വിടുവിക്കാൻ പോവുക. നിന്റെ തീരുമാനം ദൈവസന്നിധിയിൽ നീ ഉറപ്പോടെടുക്കുമെങ്കിൽ കർത്താവ് പറയുന്നു, നീ സ്വതന്ത്രമാകാൻ പോവുക, സ്വതന്ത്രമാകാൻ പോവുക. നീ മരിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല. നിന്റെ ജീവനും നിന്റെ ആയുസ്സിനെയും പിശാച് കയ്യിലെടുത്ത് വച്ചേക്കുക. ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ആ പൈശാചികളിൽ നിന്ന് തിരിച്ചു പിടിക്കുക. ചില ശാപങ്ങൾ അവന്റെ കുടുംബത്തിൽ നിന്ന് അഴിയണം. ചില ശാപങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് അഴിയാൻ പോവുക. പുരുഷന്മാരുടെ വീട്ടിൽ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികളൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നു. അത് അഴിഞ്ഞു പോകുന്നു. ഹോളി സ്പിരിറ്റ് അഴിയുകയാണ്. ആ കുടുംബത്തിൽ ആൺതലമുറകളെ വേട്ടയാടുന്ന ശക്തികൾ. ആ കുടുംബത്തിലെ പിതാവിനെ പിശാച് അടിച്ചുകൊണ്ട് പോയി, ഇദ്ദേഹത്തിൻ്റെ അനുജനെ പിശാച് അടിച്ചുകൊണ്ട് പോയി. ഇനി അടുത്ത ആൺതലമുറ ഇതാണ്. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എന്നോടങ്ങനെ വെളിപ്പെടുത്തിയതാണ് ഞാൻ ഈ പറഞ്ഞേ. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കർത്താവിനുള്ളവനാണ്. നിന്നെ ഒരു ശത്രുവിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു ശത്രുവിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ആയുസ്സു തികയാതെ പലതിനെയും പിശാച് കൊണ്ടുപോയെങ്കിൽ സുരേഷ് എന്ന ഈ മകനെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ചില വിടുതലിന് സമയമായി. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, അവൻ്റെ ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് സംഭവിക്കാൻ പോവാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എഴിച്ചു വാ. എന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിനക്ക് ജീവിതമുണ്ട്. നീ യേശുവിൻ്റെ മുമ്പിൽ നീ സമർപ്പിക്കുമെങ്കിൽ നിനക്ക് ജീവിക്കാൻ അനുവാദം തരും. ഒന്നല്ല, പല തവണ നിന്റെ ജീവന് വേണ്ടി പിശാച് നിന്റെ ശരീരത്തിൽ വന്നതാണ്. പക്ഷെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ വെള്ളിയാഴ്ച നീ ഇവിടെ വരണമായിരുന്നു. ഈ വെള്ളിയാഴ്ച നീ ഇവിടെ വരണമായിരുന്നു. പലപ്പോഴും മരിച്ചു കളയാമെന്ന പ്ലാൻ ഇട്ടിട്ടും മരണത്തിൽ വീഴാത്തതിൻ്റെ കാരണം നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. യേശുവിന് നിന്നെ വേണം. നീ പലർക്കും ഒരു അത്ഭുതമാക്കി ദൈവം നിന്നെ മാറ്റും. പലർക്കും ഒരു സാക്ഷ്യമാക്കി ദൈവം നിന്നെ മാറ്റും. യെസ്, നീ ദേശം വിട്ടുപോയിട്ടും നിന്റെ കുടുംബത്തെ നകത്ത് പലതിനെയും എടുത്തു കളഞ്ഞ സാത്താൻ ഇന്ന് നിന്റെ പുറകിൽ നിന്നെ തേടി നിൽക്കുക. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുക, നീ ഇന്ന് സമർപ്പിക്കുമെങ്കിൽ ഒരു സാത്താനും നിന്നെ തൊടുകയില്ല. ഇന്ന് നീ എന്നെ തന്നെ ഏൽപ്പിക്കുമെങ്കിൽ, യേശുവിന് നിന്നെ തന്നെ സറണ്ടർ ആക്കുമെങ്കിൽ ഒരു പിശാചും നിന്നെ തൊടുകയില്ല. തൊടുകയില്ല. നിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഇറങ്ങി പോകുന്നു ബ്രദറെ. ഒന്നല്ല, ഒരുപാട് ശക്തികൾ ഇറങ്ങിപ്പോവുക. ഇന്ന് നിന്റെ ജീവിതത്തിനൊരു വഴിത്തിരിവ് സംഭവിക്കും. നീ കൊടുത്തും കൊണ്ടാടിയിരുന്ന പല ശക്തികളുമായി ഇന്ന് നിന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ കുടുംബത്തിൽ നിന്ന് 2 പേരെ പിശാച് കൊണ്ടുപോയെങ്കിൽ നിന്റെ പുറകിൽ അവനുണ്ട്. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. തൊടുക. വാ തുറന്ന് പറ, യേശുവേ, പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ വരുത്തണേ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണമേ. പറ, ഉറക്കെ പറ, ഉറക്കെ പറ, പരിശുദ്ധാത്മാവി വരണമേ, വരണമേ, വരണമേ. ഓ വരണമേ, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിറയട്ടെ, 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 നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവിൻ്റെ തീ നിന്റെ മേൽ വരിക, വരിക, വരിക. നിന്നെ ദണ്ഡിപ്പിക്കുന്ന ചില സ്പിരിറ്റുകളെ സ്വർഗം അതിനെ പൊട്ടിക്കട്ടെ.
പൊട്ടിക്കട്ടെ, പൊട്ടിക്കട്ടെ. ഇന്നു മുതൽ വലിയ സൗഖ്യം നടക്കുക. വർഷങ്ങളായി നിന്റെ ശരീരത്തെ രോഗമിട്ട് ദണ്ണിപ്പിച്ചിരിക്കുന്ന ചില കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകുന്നു. നിന്റെ ഉദരത്തിനകത്ത് അസ്വസ്ഥതകളെ വെച്ച് ദണ്ണിപ്പിക്കുന്ന ശക്തികളെല്ലാം വിട്ടുപോവുക, 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 വിട്ടുപോവുക. ഉദരത്തിനകത്ത് ബലഹീനതകളെ വച്ച് വെല്ലുവിളിക്കുന്ന സകല പൈശാചിക ശക്തിയും right now fire. പരിശുദ്ധാത്മാവേ, അവന്റെ ഉദരത്തിനകത്ത് ചലിക്കട്ടെ. രോഗക്കെട്ടുകളെല്ലാം ഉദരത്തിൽ നിന്ന് പൊട്ടട്ടെ, രോഗക്കെട്ടുകളെല്ലാം പൊട്ടട്ടെ, രോഗക്കെട്ടുകളെല്ലാം പൊട്ടട്ടെ. right now fire God. പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോ. ഹോളി സ്പിരിറ്റ്, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. പരിശുദ്ധാത്മാവേ, തൊടണം. right now തൊടണം. എന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തിൽ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുന്നു, വലിയ ചേഞ്ച് സംഭവിക്കുന്നു. ഇന്ന് മുതൽ നീ ആള് മാറും, ഇന്ന് മുതൽ നീ ആള് മാറും. അവരുടെ കുടുംബം അവിടെ കുടുംബം പ്രാർത്ഥിക്കുക. അമ്മയെ കുടുങ്ങി വിളിക്കുക. സിസ്റ്റർ, ഈ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊടുത്തും കൊണ്ടാടിയും ഒക്കെ ദൈവത്തിൻ്റെ അങ്ങനെ നടന്നൊരു ഫാമിലി ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചില വിഷയങ്ങളുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുക. കർത്താവ് ഈ മകനെ തൊട്ടിരിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? യേശു ഈ മകനെ തൊട്ടിരിക്കുന്നു. ആമേൻ. കർത്താവ് അവനെ തൊട്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ പിതാവ് 10-15 വർഷത്തിലധികമായി ലോകം വിട്ട് മാറ്റപ്പെട്ടു. അവൻ്റെ അനുജൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു, വീണ് മരിച്ചു പോകാനിടയിൽ തീർന്നു. ഇവനും ആമേൻ പൈശാചികരവനെ ദൃഷ്ടി വെച്ചാണ് ഇന്ന് കിടക്കുന്നത്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പല പ്രശ്നങ്ങളുമായിട്ട് ആമേൻ മരണത്തിൻ്റെ മുമ്പിലാണ്. പക്ഷെ ഇന്ന് കർത്താവ് അവനെ തൊട്ടിരിക്കുക. ആമേൻ. ഈ സഭയുടെ നടുവിൽ ഇന്ന് ആദ്യമായിട്ട് അവൻ കാല് വെച്ചത് അവൻ്റെ ജീവിതത്തിലേക്ക് കയറാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ജീവിതം തിരികെ വരിക, സന്തോഷം തിരികെ വരിക, സമാധാനം തിരികെ വരിക. ഓ, സമ്പത്തുകൾ തിരികെ വരട്ടെ. യേശുവിൻ നാമം ജയം. പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക സഹോദരിമാരെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ. തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. ഹോളി സ്പിരിറ്റ് ചില ബന്ധനങ്ങളെ കുടുംബത്തിൽ നിന്ന് അഴിയട്ടെ. അഴിഞ്ഞു പോ, പിടിച്ചോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ശരീരത്തിൽ നിന്ന് വിട്, 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 വിട്. വിട്, ആ ശരീരത്തിൽ നിന്ന് വിട്, വിട്, വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ചില കെട്ടുകളെല്ലാം അഴിയപ്പെടുന്നു, 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 അഴിയപ്പെടുന്നു. ആ സ്പിരിറ്റ് എല്ലാം നിന്റെ കുടുംബം വിടുകയാണ്, ശരീരം വിടുകയാണ്. വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ ശരീരത്തിൽ നിന്ന് അശുദ്ധ സ്പിരിറ്റ് പൂർണ്ണമായി അഴിഞ്ഞുപോ, പൂർണ്ണമായി അഴിഞ്ഞുപോ, പൂർണ്ണമായി അഴിഞ്ഞുപോ. ശാപങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ആ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന സകല ശാപങ്ങളും ഇപ്പോ മാറിപ്പോ, 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 മാറിപ്പോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആ ദുർക്കെട്ടുകൾ പലതിനെയും എടുക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചികന്റെ സ്പിരിറ്റുകളെ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാം വെളിപ്പോട്ടെ, വെളിപ്പോട്ടെ. അനാവശ്യമായി വ്യാപരിക്കുന്ന സ്പിരിറ്റുകൾ, അനാവശ്യമായി വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഞാനതിനെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകളെയും ദണ്ണിപ്പിക്കുന്ന
എല്ലാ പൈശാചികമായ സ്പിരിറ്റുകൾ പൂർണ്ണമായി ഇതെല്ലാം ഒഴിയട്ടെ. ആ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം വരട്ടെ. Spirit, in mighty name of Jesus. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുമെങ്കിൽ ഒരു പുതിയ ജീവിതം കർത്താവ് തുടങ്ങാൻ പോവുക. കേട്ടോ, ജീവിതം അടുത്തുപോയ നിങ്ങളോട് ദൈവം പറയുക, ജീവിതത്തിലൊരു സന്തോഷം ദൈവം ഇന്നു മുതൽ തരാൻ പോവുക. ജീവിതത്തിലൊരു ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ നിങ്ങൾക്ക് തരാൻ പോവുക. ആമേൻ. എന്ന് തന്നെ മനസ്സ് ദൈവസന്നിധിയിൽ ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നഷ്ടങ്ങളെല്ലാം ദൈവം തിരിച്ചു തരും. ആമേൻ. നഷ്ടങ്ങളെല്ലാം ദൈവം തിരിച്ചു തരും. ഇനി നിങ്ങളുടെ മനസ്സ് പോലിരിക്കും ബാക്കി. ഹൃദയം യേശുവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കണം. കർത്താവിന് കൊടുത്ത് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് മടങ്ങി വരാൻ പോവുക. ആമേൻ. ഇനി ഉള്ളതിനെ പിശാച് എടുത്തുകൊണ്ട് പോവത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ ബ്രദറെ? നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് നിങ്ങളെ തൊടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് ആ ഫാമിലിയെ തൊടുന്ന സമയമാണ്. ആ കുടുംബത്തിനകത്ത് വലിയ ഡെലിവറൻസ് ഇന്ന് പകൽക്കാലം കർത്താവിന് അയക്കാൻ താല്പര്യമുണ്ട്. ആമേൻ. അതിനി നിങ്ങൾ അനുഭവിക്കുക. ഒരു ദിവസം വന്നതുകൊണ്ട് ആയി എന്ന് ചിന്തിക്കരുത്. ആമേൻ. നിങ്ങളുടെ ദൈവസന്നിധിയിൽ മുടങ്ങാതെ നിങ്ങൾ കുറച്ച് നാളുകൾ മീറ്റിങ്ങിനെത്തണം. കേട്ടോ, മുടക്കം കൂടരുത്. ഇതൊരു മരുന്ന് പോലെ ഈ പ്രാർത്ഥന നിങ്ങളിൽ ഫലിക്കും. ഇത്ര നാളും നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങൾക്ക് മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. പൗലോസിന്റെ ഭാഗത്തിലേക്ക് ഞാനൊന്ന് വരട്ടെ. 1-2 കാര്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. പൗലോസ് അകത്തേക്ക് കയറി വരുമ്പോൾ ബൈബിൾ പറയുന്നു, ആമേൻ, വഴിയരികിൽ വെളിച്ചപ്പാട് പറഞ്ഞ് മുഖം നോക്കി ലക്ഷണം പറയുന്നൊരു സ്ത്രീയെ കണ്ടു. ഈ സ്ത്രീ, ആമേൻ, ഈ പൗലോസിനെ നോക്കിയിട്ട് പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പക്ഷെ ഇത് കേട്ടിട്ട് പൗലോസ് അടങ്ങിയിരുന്നില്ല. തിരിഞ്ഞ് മുഷിഞ്ഞ് അവളെ നോക്കി അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ഒരൊറ്റ ശാസിച്ചതേയുള്ളൂ. കർത്താവ്, ആമേൻ, തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. ചിലതിനൊക്കെ ദൈവം അയക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനാണ്. ആമേൻ. കേൾക്കുമ്പോൾ അനുകൂലമായ വാക്കെന്ന് തോന്നും. പക്ഷേ ആത്മാവിൽ വെളിപ്പാടുള്ളവൻ തിരിഞ്ഞു നോക്കിയാൽ കാണും അത് അനുകൂലമായ വാക്കല്ല, അതിൻ്റെ അകത്ത് പ്രതികൂലത്തിൻ്റെ ശക്തി ഇരിക്കുക. ഇന്ന് പകൽ അവളിലുള്ള ഭൂതത്തെ അവൻ തിരിഞ്ഞു നോക്കി ശാസിച്ചെങ്കിൽ ഇന്ന് പകൽ ചില വെളിപ്പാടുകളോടെ നീ നിക്ക്. ദേശത്തിൻ്റെ നടുവിൽ, ആമേൻ, കേൾക്കുന്ന ശബ്ദങ്ങളെ വിവേചിച്ച്, ആമേൻ, അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങളെ ഈ ദിവസങ്ങളിൽ പുറത്താക്കാൻ പോവുകയാണ്. വൈശസ്യ റീബൽ പ്രൗഢിവിരി ഘടക രക്ഷസ്കമന ഘടക ശൈഡൽ പ്രൗഢിവിരി ഘടക രഗംധന റീബൽ ശമന ഘടകസി യേശുവിൻ നാമത്താൽ ജയ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ആമേൻ പൗലോസ് തിരിഞ്ഞു നോക്കി ഭൂതത്തെ ശാസിച്ചു. ഈ ഭൂതം എന്നാ ചെയ്തു? ഓൺ ദ സ്പോട്ടിൽ, വേറൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇത്ര കാലവും ആ പട്ടണത്തിനകത്ത് ഇരുന്നതാ, ഇത്ര കാലവും ആ പട്ടണത്തിനകത്ത് പാർത്തതാ, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പറയാതെ തന്നെ ബൈബിൾ പറയുന്നു ഈ ഭൂതം, ആമേൻ, അത് നോക്കണമേ, ബൈബിൾ ഇങ്ങനെ പറയുവാണ്, ഒറ്റ സെക്കൻഡ് കൊണ്ട് പട്ടണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് ഈ സഹോദരി മാത്രമല്ല അറിഞ്ഞ്, ഈ സഹോദരി കുറച്ച് യജമാനന്മാരുണ്ടായിരുന്നു. യജമാനന്മാർ പറയുക, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ സാധനത്തെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പിശാചിനെ വിരട്ടിയ ഒരു അഭിഷിക്തൻ പട്ടണത്തിനകത്ത് കിടക്കുക. ചില പട്ടണങ്ങളുടെ അകത്ത് നിന്നെ ദൈവം കാൽ വയ്പ്പിച്ചത്, ആമേൻ, നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയ ഒറ്റ എണ്ണം തിരികെ വരത്തില്ലെന്ന്. നിന്റെ പവർ എന്തുവാണെന്ന് യജമാനന്മാര് മനസ്സിലാക്കാൻ പോവുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് ദേശം തിരിച്ചറിയാൻ. Come on, now receive the power.
ചില ഭവനങ്ങളിൽ ദൈവം നിന്നെ കയറ്റി നിർത്തുന്നത്, ചില വീടുകളിൽ ദൈവം നിന്നെ കയറ്റി നിർത്തുന്നത്, ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ ശക്തി എന്തെന്ന് ദൈവത്തിന് തെളിയിക്കാൻ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലം മഹത്വം ചലിക്കട്ടെ. ആ പട്ടണത്തിനകത്ത് ഒരൊറ്റ വാക്കും ഒരൊറ്റ നോട്ടവും ഒരു വലിയ ഭൂതം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് യജമാനന്മാർക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല. വാസ്തവമായിട്ട് ഞാൻ പറയാം ബ്രദറെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സാധനം ഇനി കൊടുക്കാമെന്ന് പറഞ്ഞാലും വരികയില്ല. കാരണം അതിലും വലുതാ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആമേൻ. ഇതുവരെ കൊണ്ടും കൊടുത്തൊക്കെ ഇരുന്ന പലതിനും എടുത്തോണ്ട് പോയെങ്കിൽ ഇനി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്ന് ഇന്നു മുതൽ ആ ദുർശക്തികൾ തിരിച്ചറിയാൻ പോവുകയാണ്. ആ ദുരാത്മ മണ്ഡലങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ആ ദുരാത്മ ശക്തികൾ തിരിച്ചറിയാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ തച്ചുടച്ച ശക്തികൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഈ ശക്തിയെ വിളിച്ചാൽ അവര് പറയും അയ്യോ പറ്റുന്നില്ല, കാരണം അതിനകത്ത് ഒരു അഭിഷിക്തൻ കാല് ചവിട്ടിയിരിക്കുകയാണ്. ഒരു അഭിഷിക്തൻ കാല് ചവിട്ടിയിരിക്കുക. ആരാ? പൗലോസ് അവിടെ കാല് വച്ചിരിക്കുന്നത് കൊണ്ട് സാത്താൻ പറയും എനിക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. പൗലോസ് കാല് വച്ചേക്കുന്നത് കൊണ്ട് സാത്താൻ പറയും എനിക്കങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി സാത്താൻ ഇത് പറയണം. വാവ്, അഭിഷിക്തൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കവിടെ വരാൻ പറ്റുന്നില്ലെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളെ നോക്കി ദേശാധിപതികൾ പറയട്ടെ, പൈശാചിക ശക്തികൾ പറയട്ടെ. In mighty power, ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. അല്ലേ? ഒരു പൗലോസിനെ പോലെ കർത്താവ് നമ്മളൊക്കെ നിർത്താൻ ആഗ്രഹിക്കുന്നതിനകത്ത്. ആമേൻ. യജമാനന്മാരെ വിളിച്ചാലും ഇനി അതിന് വരാൻ പറ്റത്തില്ല. യജമാനന്മാര് പറഞ്ഞാലും ഇനി അതിന് വരാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. പലരും വിളിച്ചു വിടുന്ന ശക്തികളുണ്ട്, പലരും നമുക്ക് വേണ്ടി പറഞ്ഞു വിടുന്ന ശക്തികളുണ്ട്. ആമേൻ. പക്ഷെ നിന്റെ മേൽ ആ ദൈവശക്തി ചലിക്കാൻ തുടങ്ങിയാൽ ഇനി ആര് വിളിച്ചാലും നിന്റെ വീട്ടിലേക്ക് അവന് വരാൻ പറ്റത്തില്ല. എന്തോ ദൈവാത്മാവ് പറയുന്നു, അങ്ങനൊരു പവർ നിന്റെ മേലിൽ ഈ വെള്ളിയാഴ്ച പരിശുദ്ധാത്മാവ് വിട്ടുതരാൻ താല്പര്യപ്പെടുക. സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ. റിസീവ് ചില വ്യക്തികളുടെ ആത്മാവിന്റെ ശക്തിയെ സ്വർഗം പകരട്ടെ. നീ വീട്ടിനകത്ത് ആത്മനിറവിൽ നിൽക്കുന്നത് കൊണ്ട്, ആത്മനിറവിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആര് വിളിച്ചു വിട്ടാലും നിന്റെ വീട്ടിനകത്ത് കയറാൻ കഴിയാത്ത വിധം ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ചലിക്കട്ടെ. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. പൗലോസ് അകത്ത് നിൽക്കുന്നത് കൊണ്ട് യജമാനന്മാരെ വിളിച്ചിട്ടും ഈ സാധനം ഇങ്ങോട്ട് വരുന്നില്ല. പൗലോസ് അകത്ത് നിൽക്കുന്നതുകൊണ്ട് യജമാനന്മാർ പറഞ്ഞിട്ട് ഈ സാധനം വരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, പല തവണ ആവർത്തിച്ച് വിളിച്ചു,
പല തവണ വിളിച്ചു നോക്കി. പക്ഷെ പൗലോസിന്റെ ഒറ്റ വാക്കിന് ആ ഭൂതത്തിന് ഭയമാ. ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ കൈമാറട്ടെ. ആത്മനിറവിൽ നീ പറയുന്ന ഒരു വാക്കു മതി. ദേശത്തെ അടക്കി ഭരിക്കുന്ന ചില അന്ധകാര ശക്തികൾ ദേശം വിടും. പിന്നെ കൂട്ടമായി വിളിച്ചപ്പോൾ കർമ്മേലൊരു ഉദാഹരണമാ. 850 അശേരാവിന്റെ പ്രവാചകന്മാര്, ബാലിന്റെ പ്രവാചകന്മാര് രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചിട്ടും അവന് തിരികെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് ശക്തിയോട് പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ ഒറ്റ വാക്കുപോലെ അത് പൈശാചിക മണ്ഡലങ്ങൾക്ക് ഭയമാ. അവന് പേടിയാ. പരിശുദ്ധാത്മാവ് പറഞ്ഞു അവന് ഭയമാ. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവ് വെല്ലുവിളിയോടെ കയറി ചലഞ്ച് ഏറ്റെടുത്ത് കയറിയതാ. ജീവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ വരട്ടെ. ആമേൻ. ഈ ബാലിന്റെ പ്രവാചകന്മാർ 400, മഷേര പ്രവാചകന്മാർ 450, അങ്ങനെ 850 പേര് ഒരുമിച്ച് വിളിച്ചിട്ടും ഈ ബാലും ഇറങ്ങിയില്ല, അശേരാവും ഇറങ്ങിയില്ല. കാരണം ചോദിച്ചാൽ അവര് പറയും, ഒരഭിഷിക്തൻ മലയുടെ മണ്ടയ്ക്ക് കാല് വച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മ പറയുക, ചില പട്ടണങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരികയാ. പട്ടണങ്ങളെ നൂറ്റാണ്ടുകളെ അടക്കി വച്ചിരുന്ന ചിലത് നീ കാല് വച്ചേക്കുന്നത് കൊണ്ട് പട്ടണത്തിനകത്ത് കയറാതെ, കുടുംബത്തിനകത്ത് കയറാതെ, ദേശത്തിന്റെ അകത്ത് കയറാതെ, ഇനി പലരും വിളിച്ചാൽ പോലും വരാതെ ചില ദുരാത്മ മണ്ഡലങ്ങൾ അത് ദേശത്തെ വിടാൻ. Oh yes, receive them, fire of God. Rakshas Kaparia Thana Rakshas Kamana Gadaga Vaidam Jana Thara Rebel Proudi Vidigasi Vaidam Jana Thara Rakshas Kamana Gadagasi Ada Patadangal Nenu Vidaka. Oh, the Holy Spirit. Rabala Shandal Kamana Gadagas Raidi Vidigasi. Amen. യജമാനന്മാരെ വിളിച്ചിട്ട് ഈ സാധനം തിരിച്ചു വരുന്നില്ല. കാര്യം ഒന്നേ ഉള്ളൂ, യജമാനൻ കാശ് കൊടുക്കാമെന്നും പൂജ ചെയ്യാമെന്നും പലതും പറഞ്ഞിട്ട് വരാത്തതിൻ്റെ കാര്യം അതിനേക്കാൾ വലിയ ഒരുത്തൻ മാസിഡോണിയ പട്ടണത്തിന്റെ നടുവിൽ നിൽക്കുക. ആമേൻ. കർത്താവ് അയച്ചിട്ട് ഒരുവൻ അകത്തു ചെന്നെങ്കിൽ ഞാൻ പറയാം അത് ദൈവപ്രവൃത്തിക്കുള്ളതാ. കർത്താവ് അയച്ചിട്ട് ചിലര് അവൻ ഏതെങ്കിലും മേഖലകളിൽ എത്തിയെങ്കിൽ ഞാൻ പറയാം അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. പ്രോജക്റ്റ് നിന്റേതല്ല, പ്രോജക്റ്റ് പരിശുദ്ധാത്മാവിൻ്റെതാണ്. സ്വർഗം നിന്നെ ഏൽപ്പിച്ച ചില പ്രോജക്റ്റിലേക്ക് നീ നടക്കാൻ പോവുക. സ്വർഗം നിന്നെ ഏൽപ്പിച്ച ചില പ്രോജക്റ്റിലേക്ക് നീ നടന്നു വരികയാ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അങ്ങനെയുള്ള ചിലത് ഇതിനകത്തെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ. പൈശാചികൻ ആമേൻ അത് നോക്കണമേ നിലയുറപ്പിച്ച ചില ഇടങ്ങളിലേക്ക് ആത്മാവ് നിന്നെ കയറ്റി നിർത്തുന്നത് തോൽക്കാനല്ല, പട്ടണത്തെ തോൽപ്പിച്ചവനെ തിരിച്ചു തോൽപ്പിക്കാൻ. ചില പട്ടണങ്ങളെ ദൈവരാജ്യത്തോട്, ചില ദേശത്തെ ദൈവരാജ്യത്തോട്, സമൂഹത്തെ കർത്താവിന്റെ രാജ്യത്തോട് അറ്റാച്ച് ചെയ്യാൻ കരുത്തുള്ള ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. കരങ്ങളെ വീട്ടിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണം ഇളകി. ഈ പോയ പോക്കൽ സാത്താനെ പട്ടണത്തെ മൊത്തം എന്ത് ചെയ്തു? ഇളക്കി കഴിഞ്ഞിട്ട് ബൈബിൾ വായിച്ചത് ഇങ്ങനെയാണ്, അവനെ പിടിച്ച് തടവിലാക്കി, വളരെ അടുപ്പിച്ച്. ബൈബിൾ പറയുന്നു കയ്യ് കാല് ചങ്ങലക്കിട്ട് അവനെ തടവിലാക്കുകയാണ്. തടവിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പലരുടെയും ചിന്ത ഇതാണ്, ഇനി പൗലോസ് പുറത്ത് വരിക ഇല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു ചില സന്ദർഭങ്ങളിൽ നിന്നെ ഇതുപോലെ തളച്ചു വച്ചേച്ച് നാട്ടുകാരോ വീട്ടുകാരോ നിന്നോട് പറയും ഇനി നീ പുറത്ത് വരികയില്ല. എന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്നെ തളച്ചു വച്ചത് പുറത്തു വരാതിരിക്കാനല്ല, പിന്നെയോ ഇനിയും ചില പ്രവൃത്തികൾ അവിടെ വെളിപ്പെടാനുണ്ട്.
ഇനിയും ചില പ്രവർത്തികൾ അവിടെ വെളിപ്പെടാനുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തമായി പറയുന്നു, ഇനിയും ചില പ്രവർത്തികൾ. ഇന്ന് നീ ബന്ധിക്കപ്പെട്ടതുപോലെ എവിടെയെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നു, അവിടെ നിന്നെ ഇട്ടേക്കുന്നത് വെറുതെയല്ല. അവൻ അടുത്തൊരു പ്രവൃത്തി പട്ടണത്തിന്റെ ഒത്ത നടുക്കിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നീ ഇരിക്കുന്ന മണ്ഡലത്തിനകത്ത് ചില വലിയ ദൈവ പ്രവർത്തികൾ. ഓ യേശുവിന്റെ നാമത്താൽ ജയ, യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് പകലിൽ ചില ദൈവ പ്രവർത്തികൾ. ഓ പ്രതികൂലങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കയറി വരുമ്പോഴും ആത്മാവാണ് നിന്നെ നിർത്തിയിരിക്കുന്നതെങ്കിൽ ആമേൻ, തോൽക്കത്തില്ല നീ. ദൈവത്തിന്റെ ചില പദ്ധതികളും ദൈവത്തിന്റെ ചില പ്രോജക്റ്റുകളും നിന്നിൽ വെളിപ്പെടാൻ സമയമായി, നിന്നിൽ പുറത്തു വരാൻ സമയമായി. Come on, receive the holy fire of God. യേശുവിന്റെ നാമത്താൽ ഞാൻ ജയമെടുക്കുകയാ. ആമേൻ. ചില ദൈവപ്രവൃത്തികൾക്ക് സമയമായി. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, വെറുതെയല്ല അഭിഷേകമൊന്നും നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നു. ദേശത്തിൻ്റെ നടുവിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലത് പൊട്ടാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നു, പൗലോസ് കാല് ചങ്ങലമേൽ, ചങ്ങലമേൽ കാല് ആമത്തിനകത്ത് തനിക്കുള്ള വാതിലുകൾ പൂട്ടി അവനെ കാരാഗ്രഹത്തിനകത്തിടുമ്പോൾ ബൈബിൾ പറയുന്നു, അവനെ തുറക്കാൻ ആരും വന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനറിയാം ആരും വരണമെന്നില്ല. പൈശാചികൻ പൂട്ടിയ കെട്ടുകൾ പ്രാർത്ഥനയുടെ നടുവിൽ തുറക്കും. ഇന്ന് പകലിൽ ആത്മാവാനടുക്ക് ശക്തമായി പറയുന്നു, നിനക്ക് വിരോധമായി പൈശാചികൻ ലോക്ക് ചെയ്ത ചിലത്, ആമേൻ, ചിലത് ഇന്ന് പകലിൽ, ആമേൻ, നിന്റെ ആരാധനയുടെ മുൻപിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഇന്ന് പകലിൽ അത് തുറക്കപ്പെടാൻ. ഓ പ്രാർത്ഥനയുടെ മുൻപിൽ അത് തുറക്കപ്പെടാൻ സമയമായി. വൈഡൽ കമനഘടക ശബ്ദൽ പ്രൗഢി ബിരിഘടക രക്ഷസ് കമനഘടക ഷൈഡി ബിരിഘടകസി പ്രാർത്ഥനയുടെ മുൻപിൽ ഓപ്പൺ ആകാൻ സമയമായി. ആമേൻ. റിബാല ഹതന രക്ഷസ് കമനഘടക ഷൈഡി ബിരിഘടകസി. അല്ലേ, ആ പലരും പൂട്ടട്ടെ, ദേശത്തിനകത്ത് പലതും ഒതുക്കട്ടെ, ദേശത്തിനകത്ത് പലരും നമ്മളെ പൂട്ടിയിടട്ടെ. പക്ഷെ അതിനകത്ത് അഭിഷേകമുള്ളവൻ ഒതുങ്ങിപ്പോകത്തില്ല. അതിനകത്തും നിന്റെ അഭിഷേകം ചലിക്കും, അതിനകത്തും നിന്റെ ദൈവശക്തി ചലിക്കും, അതിനകത്തും നിന്റെ ആത്മാവ് ചലിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ചലനങ്ങൾ അടുത്ത് സംഭവിക്കുന്നത് മാസിഡോണിയ പട്ടണത്തിനകത്ത് ഒരു അസാധാരണമായ സഭ വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് നിന്നെ ഒതുക്കുന്ന ചില ചുവരുകൾ, നിന്നെ ഒതുക്കുന്ന ചില ചങ്ങലകൾ, നിന്നെ ഒതുക്കുന്ന ചില ആമങ്ങൾ ദൈവാത്മാവിൽ ഇന്ന് പകൽ നിന്നോട് പറയുകയാണ്, ആ സ്ഥലം അടുത്ത കൂട്ടത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനറേഷൻ അതിനകത്തുനിന്ന് പുറത്തു വരാൻ സമയമായി. വിശ്വസിക്കുന്ന നിന്നിലൂടെ ഒരു മിറക്കിൾ ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. ഓ ഷെക്കേനിയ റീഗൽ കമനഘടക അത്യുനി രക്ഷസ് കമനഘടകസി വൈഡം ജനാതര റീവൽ പ്രൗഢി ബിരിഘടകസി. യേശുവിന്റെ നാമം ചെയ്യ ഇന്ന് പകരം മഹത്വത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇതിനകത്ത് കൈമാറട്ടെ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Amen. പലരുടെ ചിന്ത ഇതായിരുന്നു, പൗലോസും ശീലാസും അതിനകത്ത് ഒതുങ്ങി. പക്ഷെ കർത്താവ് നിന്നെ ഈ ഒരു പ്രശ്നത്തിലേക്ക് കയറ്റി നിർത്തുമ്പോൾ നീ ചിന്തിക്കരുത്, ഒതുങ്ങിയതല്ല, പിന്നെയോ മറ്റൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം എന്നെ ഇട്ടിരിക്കുക. ആത്മാവ് ഇതിനകത്ത് ശക്തമായി ചിലരോട് പറഞ്ഞ ചില പ്രതിസന്ധികളുടെ നടുവിൽ, ചില പ്രശ്നങ്ങളുടെ നടുവിൽ, ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിന്നെ ഒതുക്കി നിർത്തിയേക്കുമ്പോൾ നീ കരുതരുത് തീർന്നു എന്ന്. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിചാരിക്കാത്ത അടുത്ത പ്രവൃത്തി കാരാഗ്രഹത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ.
കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, കാരാഗ്രഹത്തിന്റെ അകത്ത് അടുത്തൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. എവിടെയാണോ നിന്നെ അടിച്ചത്, എവിടെയാണോ നിന്നെ ഉടച്ചത്, എവിടെയാണോ നിന്നെ തകർത്തത്, അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു അടുത്ത പ്രവൃത്തി. അടുത്ത പ്രവൃത്തി. ഓ റബ ഷെഖേനിയ രക്ഷസ്കമനഗഡഗസി. അടുത്ത പ്രവൃത്തി, അടുത്ത പ്രവൃത്തി. Come on. റിബ ലക്കമ ഷെഖേനിയ. In mighty name of Jesus. Holy Spirit. അടുത്ത പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. റബല ശംതുനിയ രക്ഷസ്കമനഗഡഗസി. ഒതുങ്ങാനല്ല ദൈവാത്മാവ് നിന്നെ വിളിച്ചത്. ആമേൻ. പൊളിയാനല്ല ദൈവാത്മാവ് നിന്നെ വിളിച്ചത്. തകരാനല്ല ദൈവാത്മാവ് നിന്നെ വിളിച്ചത്. അടുത്തൊരു പ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറ്റും. ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്ന് ചലിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് ഇന്ന് പകൽ ചലിക്കും. നിന്റെ കുടുംബത്തെ ദണ്ഡിപ്പിക്കുന്ന സ്പിരിറ്റുകൾ എത്തുവാകട്ടെ. അതിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് പറയുമില്ല, വാക്കുകൊണ്ട് പട്ടണത്തിൽ നിന്ന് തന്നെ ഞാനതിനെ പറഞ്ഞു വിട്ടെങ്കിൽ നിന്റെ വീടിന്മേൽ വെല്ലുവിളിക്കുന്നതും നിന്റെ കുടുംബത്തിന്മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നതും നിന്റെ ശരീരത്തിൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നതുമായതിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. പറഞ്ഞു വിടാൻ പോവുകയാണ്. കുടുംബത്തിന്മേൽ അവകാശം പറഞ്ഞ് പലതിനു വേണ്ടി നിന്റെ കുടുംബത്തിന്മേൽ നിൽക്കുന്നതിനെ സ്വർഗം പറയുന്നു പറഞ്ഞു വിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമുക്കെല്ലാവർക്കും ദൈവപാദപീഠത്തിൽ എഴുന്നേൽക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. യേശുവിൻ്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇന്ന് പകലിൽ നമ്മൾ ഇതിനകത്ത് റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, നിന്നെ തിന്നിപ്പിച്ച, നിന്നെ വേദനിപ്പിച്ച, നിന്നെ കഷ്ടപ്പെടുത്തിയ, നിന്റെ നന്മയെല്ലാം ഊറ്റിക്കളഞ്ഞ അദുഷ്ട വ്യാപാര ശക്തി ഇനി നിന്റെ ദേശത്ത് പോലും കാണുകയില്ല. ദേശത്ത് പോലും കാണുകയില്ല. നിന്റെ കൈക്ക് ചങ്ങലയിട്ടതും നിന്റെ കാലിനാമമിട്ടതുമായ ചിലത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ കൂടിരുന്ന് ആരാധിക്കാൻ പോവുക. നിന്നെ ബലഹീനപ്പെടുത്തിയതും നിന്നെ ബന്ധിച്ചതുമായ ചിലതിനെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ കൂടെ ഇരുന്ന് വരും ദിവസങ്ങളിൽ അവർ ദൈവത്തെ സേവിക്കാൻ പോവുക, ദൈവത്തെ ആരാധിക്കാൻ പോവുക. ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഇതൊരു ദൂതായി നിനക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ പഴി പറഞ്ഞ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ ബലഹീനപ്പെടുത്തിയ അശുദ്ധമായ സ്പിരിറ്റുകൾ ഇന്ന് കീഴടങ്ങുമ്പോൾ ചില കാരാഗ്രഹ പ്രമാണിയും കുടുംബവും നിന്റെ കൂടെ come on നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദേശത്ത് നിന്റെ കൈക്ക് വിലങ്ങു വെച്ച, നിന്റെ കാലിന് തലയിട്ട, നിന്റെ വീടിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞ, മുന്നോട്ടുള്ള വഴികൾ അടച്ചു കളഞ്ഞ ചിലത് ഇന്ന് പകലിൽ നീ കാണുന്ന ചിലര് നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ അവർ ഇറങ്ങി വരാൻ സമയമായി. യേശുവിന്റെ നാമത്താൽ ജയം. അന്തൽ പ്രൗഢിപിരികടക രക്ഷസ്കമനകടകസി വൈഡൽ ജനാധര റീബലക്കമ വൈഡൽ പ്രൗഢിപിരികടക രക്ഷസ്കമനകടകസി. യേശുവിൻ നാമത്താൽ ജയ, യേശുവിൻ നാമത്താൽ ജയ. ഇന്ന് പകല മഹത്വത്തിന്റെ ശക്തിയെ ഇതിനകത്ത് സ്വർഗം കൈമാറട്ടെ, കൈമാറട്ടെ. ആ ദൈവശക്തിയെ ഇന്ന് പകൽ സ്വീകരിപ്പാൻ ഇതിനകത്ത് സ്വർഗം കൈമാറുകയാണ്. യെസ്, ജനം തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ്
ഇന്ന് പകലത് നിറയ്ക്കും. ചില ഭവനങ്ങൾക്കകത്ത് നീ ഒന്ന് കാലി വയ്ക്കുമ്പോൾ തന്നെ ആമേൻ, നിന്നെ കാണുമ്പോൾ, നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, നിന്റെ ശബ്ദം ആ ദേശത്തെ ചലിക്കുമ്പോൾ, ചില അശുദ്ധ സ്പിരിറ്റുകൾ പട്ടണങ്ങളെ മൂടിയിരിക്കുന്നത്, വീടുകളെ മൂടിയിരിക്കുന്നത്, കുടുംബങ്ങളെ മൂടിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പുറത്തു മാറാൻ പോവുകയാണ്. വൈഡൽ കമന ഘടക ശന്തൽ പ്രൗഢി വിരി ഘടക രക്ഷസ് കമന ഘടകസി യേശുവിൻ നാമം ജയ റീബൽ കമന ഘടക ശന്തൽ പ്രൗഢി വിരി ഘടകസി അത്യുന രക്ഷസ് കമന ഘടകസി ഐഡം ജനാധര റീബൽ പ്രൗഢി വിരി ഘടക റീഗൽ കമന ഘടകസി യേശുവിൻ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ കൃപ ഇന്ന് പകലിലെ ഹോളിനകത്ത് ചലിക്കട്ടെ. എല്ലാവരുടെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങണം, യേശുവിന്റെ മഹത്വം ഇറങ്ങണം. അവരെ ദണ്ഡിപ്പിക്കുന്ന ഏതെങ്കിലും പോരാട്ടങ്ങൾ അവരുടെ കുടുംബത്തിനകത്തോ ശരീരങ്ങളിലോ കിടക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഇന്നു പകലിൽ ഞാൻ അധികാരത്തോടെ അതിനെ ശാസിക്കുന്നു. മാറി പോകട്ടെ. രോഗങ്ങളെ വെച്ച് തെന്നിപ്പിക്കുന്ന ചില രോഗശക്തികൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞാൻ അധികാരത്തോടെ ശാസിക്കുന്നു. റൈറ്റ് നൗ രോഗ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. രോഗ സ്പിരിറ്റുകൾ ഉദരത്തിനകത്ത്, നെഞ്ചിനകത്ത്, അതുപോലെ തലവേദനയാൽ നിങ്ങളെ അടക്കി ഭരിക്കുന്ന ചില രോഗ സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ കൽപ്പിക്കുന്നു. അത് ഇറങ്ങിപ്പോകട്ടെ, ഇറങ്ങിപ്പോകട്ടെ, ഇറങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിയ മഹത്വം ഇറങ്ങട്ടെ. അവരുടെ ശരീരങ്ങളിൽ അനുഭവിക്കുന്ന ചില അശുദ്ധ സ്പിരിറ്റുകളെല്ലാം മാറിപ്പോവുക. ഇനി അതിന് നിന്റെ വീട്ടിനകത്ത് സ്ഥാനമില്ല, ഇനി നിന്റെ ഭവനത്തിനകത്ത് സ്ഥാനമില്ലതിന്, ഇനി നിന്റെ വീട്ടിനകത്ത് വരാൻ കഴിയത്തില്ല. കാരണം പൗലോസിന്റെ മേൽ പകരുന്ന പോലെ ഒരു ദൈവശക്തി നിന്റെ വീടിനകത്തേക്ക് വെളിപ്പെടാൻ പോവുക, നിന്റെ മേൽ വെളിപ്പെടുത്താൻ പോവുക. Come on, now you receive the holy fire of God. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകലിൽ ഇതിനകത്ത് സ്വർഗം പകരട്ടെ. വൈഡൽ കമന യംധന രക്ഷസ് കമന ഘടക ഷൈഡി ബിരി ഘടക അത്യുന റഗൽ കമന വൈഡം ജനാധര റീവ ക്ഷമന ഘടക ഷൈഡി ബിരി ഘടക റഗൽ കമന ഘടകസി യേശുവിൻ നാമം ജയ. കർത്താവിന്റെ മഹത്വം ചലിക്കുമാറാകണം. പരിശുദ്ധാത്മാവേ, ശരീരങ്ങളെ ബലഹീനപ്പെടുത്തുന്ന എല്ലാ സ്പിരിറ്റുകളും മാറിപ്പോകട്ടെ, എല്ലാ രോഗശക്തികളും മാറിപ്പോകട്ടെ, എല്ലാ അന്ധകാര മണ്ഡലങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ. തലമുറകളുടെ മേൽ വെല്ലുവിളിക്കുന്ന പൈശാചികമായ ബലഹീനതകൾ മാറിപ്പോകട്ടെ. തലമുറകളെ വഴിതെറ്റിക്കുന്ന എല്ലാ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. അവകാശം പറഞ്ഞ് തലമുറകൾക്ക് വേണ്ടി നിൽക്കുന്ന സ്പിരിറ്റുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അത് പൂർണ്ണമായ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേശത്തെ അടക്കി ഭരിച്ചിരുന്ന അവൻ വെളിച്ചപ്പാടിന്റെ ശക്തി ഇറങ്ങിപ്പോയതുപോലെ ഇന്ന് പകല് ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. മാറി